അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഒരുപാട് ആളുകൾ ഖുർആൻ പകർത്തി എഴുതണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ട്രേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പം അത്തരം ആളുകൾക്ക് മുമ്പിൽ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രേസ് ചെയ്യുന്ന ഖുർആനിന് അത് പ്രിൻ്റ് ചെയ്ത് വരുമ്പം 4000-5000 രൂപയൊക്കെ വരുന്നുണ്ട് ടോട്ടൽ മൊത്തം മുസാഫ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വരുമ്പം ആളുകൾ എന്തായാലും അത്രയും വലിയ പൈസ ചിലപ്പോൾ മുടക്കാനൊന്നും സാധ്യതയില്ല. അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ 3 തരത്തിൽ ഖുർആൻ ട്രേസ് ചെയ്ത് എഴുതാറുണ്ട്. ആ 3 തരം എന്ന് പറയുന്നത്, ഒന്ന്, ആളുകൾ വെറും ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പർ സ്വന്തമായിട്ട് എടുത്ത് അതിന് പിന്നെ നല്ല ബോർഡറൊക്കെ വരച്ച് പിന്നെ ഓരോ ഭാഗത്ത് ലൈനുകളൊക്കെ ഇങ്ങനെ ഇട്ട് ഖുർആനിലെ ആയത്തുകൾ നോക്കി എഴുതുന്ന ഒരു രീതിയുണ്ട്. അത് ആളുകൾ തുടരുന്ന സമയത്ത് 1-2 പ്രശ്നം അവിടെ ഉണ്ട്. ഒന്നാമത്തേത്, അവർക്കൊരു കോൺഫിഡൻസ് മിസ്സിങ് ഉണ്ടാവും. കാരണം എഴുതി തെറ്റിപ്പോകും എന്നുള്ളൊരു പേടിയുണ്ടാവും. പിന്നെ പല പല പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് തന്നെ അത് കൃത്യമായി ബോർഡറൊക്കെ വരക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചിലപ്പം അത് കിറ്റ് ചെയ്യാൻ, അത് ഒഴിവാക്കി പോകാനുള്ള സാധ്യതയും സാധാരണ കാണാറുണ്ട്. ഒന്നാമത്തെ രീതി. രണ്ടാമത്തത്, ആളുകൾ പ്രിൻ്റ് ചെയ്യും. ഏത് ഈ ബോർഡർ മാത്രം പ്രിൻ്റ് ചെയ്ത് അതുപോലെ അതിൻ്റെ അകത്തെ ലൈനുകൾ മാത്രം പ്രിൻ്റ് ചെയ്യും, ആയത്തിൻ്റെ ഭാഗം പ്രിൻ്റ് ചെയ്യാറില്ല. അങ്ങനെയും സ്വന്തമായിട്ട് എഴുതുന്ന ആൾ, ഈ ബാഗ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം പ്രിൻ്റ് ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് എഴുതുന്ന ആളുകളെ നമുക്ക് കാണാം. മൂന്നാമത്തെ രൂപം, അതാണ് നമ്മളിപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ്റെ മൊത്തം, അതായത് മുഴുവൻ ഭാഗവും നമ്മൾ ഓരോ ജുസ് ആയിട്ട്, അതായത് 1 മുതൽ 30 വരെയുള്ള ജുസുകളായിട്ട്, ഓരോ ജുസ് ബേസായിട്ട് PDF-കൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൊത്തം മുസാഫിൻ്റെ ഒരു PDF ആയിട്ടും അവൈലബിൾ ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്തുള്ള അക്ഷരങ്ങൾ കുറച്ച് കട്ടി കുറവായിരിക്കും, അതായത് ഡാർക്ക്നെസ് കുറവായിരിക്കും. നിങ്ങൾ പ്രിൻ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എഴുതി എന്നൊരു ആശ്വാസം ഉണ്ടാവും, തെറ്റിപ്പോകുന്നു എന്നൊരു പ്രശ്നം അവിടെ വരുന്നില്ല. മാത്രമല്ല ഓരോ ജുസിനും കൃത്യമായിട്ട് ഒരു കവർ പേജ് നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജുസ് ആണ് നിങ്ങൾ പ്രിൻ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളൊരു കടയിൽ പോയിട്ട് നിങ്ങൾ ഈ കവർ പേജ് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ കളർ ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻ്റ് എടുക്കാം. കളർ പേജിനാണെങ്കിൽ ചിലപ്പം 5 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പം കവർ പേജ് ഉൾപ്പെടെ ഏകദേശം ഒരു ജുസിൽ 20 പേജാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ആ 20x5 എന്ന കണക്കിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ജുസിന് വരും. എന്നാൽ കവർ പേജ് ഉൾപ്പെടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി ഒരു ജുസിന് 21 രൂപയാണ് ചിലവ് വരിക. 1 രൂപ മാത്രമാണ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ പൈസ വരിക പ്രിൻറ്റിങ് ഷോപ്പുകളിൽ. ഓക്കെ, നിങ്ങൾക്ക് 21 രൂപക്ക് അല്ലെങ്കിൽ 20 രൂപക്ക് ഒരു ജുസ് എന്ന് പറഞ്ഞാൽ ഒരു 10 ജുസ് നിങ്ങൾ എഴുതുമ്പോഴേക്ക് നിങ്ങൾക്ക് അതിനാകെ വരുന്ന 200 രൂപയാണ്. ടോട്ടൽ 30 ജുസ് നിങ്ങൾ എഴുതി തയ്യാറാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 600 രൂപയാണ് ചിലവ് ടോട്ടലി വരിക. പക്ഷെ നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ PDF-കളാണ്. ഇതാണ് ചിലപ്പോൾ കിട്ടാത്തത്. ഇത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച ഭാഗമാണ്. മുസാഫിലെ മുഴുവൻ പേജുകളുണ്ട്, ആയത്തുകളൊക്കെ തെറ്റാത്ത സംഗതികളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റില്ലാതെ എഴുതാൻ വേണ്ടി നിങ്ങളിത് എന്ത് ചെയ്യും, സഹായിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ഈ ഒരു കവർ പേജൊക്കെ കൊടുത്ത് ഒന്ന് വേണ്ട പ്രിൻ്റ് ചെയ്തതിന് ശേഷം കവർ ഒന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഒരു 2 ജുസൊക്കെ ഒന്നിച്ച് വേണമെങ്കിൽ സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് പിൻ ചെയ്താൽ മതിയാവും. 20 പേജല്ല, അത് ഒരു പിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാനും പറ്റും. എന്നാൽ വലിയ ചിലവോ അതുമില്ല താൻ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സ് മാത്രമാണിത്. നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോയിൽ താഴെ ഇനി മൊത്തത്തിൽ PDF-കൾ തന്നിട്ടുണ്ടാവും. ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പ്രിൻ്റ് എടുക്കുക, പിൻ ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം പ്രിൻ്റ് എടുത്തതിന് ശേഷം എഴുതുക. ഓരോ ഭാഗവും നിങ്ങൾ അതിൻ്റെ മുകളിൽ കൂടി എഴുതുക. ശേഷം ഒരു ജുസ് നിങ്ങൾ കഴിയുമ്പം അത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ പിൻ ചെയ്തിട്ട് വെക്കുക. അങ്ങനെ ഓരോ ജുസുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹവും സഫലീകരിക്കപ്പെടും, എന്നാൽ വലിയ ചിലവും അതിനകത്ത് വരുന്നുമില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. പരമാവധി നമ്മൾ നല്ല വൃത്തിയിലും ഭംഗിയിലൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആദരവോടെയും ബഹുമാനത്തോടെ ഇതിനെ കാണുക. പേജൊന്നും അവിടെ ഇവിടെയും കളഞ്ഞു പോകാതെ ആദരവും ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പേജുകളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹം പൂർത്തീകരിച്ച് നന്നായിട്ട് ഖുർആൻ എഴുതുന്ന സമയത്ത് 2-3 സൗകര്യങ്ങൾ അതിന് വരുന്നുണ്ട്. ഒന്ന്, ഖുർആനുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഉണ്ടാകുന്നു. അല്ല, ആയത്തുകൾ ഇങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു കണക്ഷൻ നമുക്ക് ഖുർആനുമായിട്ട് ഉണ്ടാകുന്നു.
രണ്ടാമത്തെ കാര്യം നമ്മളെ മെമ്മറൈസേഷൻ, അതായത് നമ്മൾ കുറേ എഴുതുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മളെ മെമ്മറിയിൽ വന്ന് ചേരുന്നു എന്ന് കൂടി നമ്മൾ തിരിച്ചറിയാം. നമ്മളെ മെമ്മറി പവർ കുറച്ചും കൂടി വർദ്ധിക്കാൻ സഹായിക്കുന്നു. പിന്നെ മൂന്നാമത്തായിട്ട് നമ്മളിൽ പറയുന്നത് റിമെമ്പറൻസ് ഓഫ് അള്ളാഹ് അല്ലേ, ആയത്തുകളൊക്കെ എഴുതുമ്പം പടച്ചവനായിട്ടുള്ള ബന്ധം നമുക്ക് കുറച്ച് കൂടുതൽ ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പിന്നെ അവസാനം പറഞ്ഞത് നമുക്ക് നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ, അതായത് നമ്മുടെ ടെൻഷനും നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതി കൂടിയാണിത്. ഇതൊക്കെ എഴുതുന്നതിലൂടെ നമുക്ക് ഒരു ആത്മവിശ്വാസം അതോടൊപ്പം തന്നെ ഒരു മനസ്സമാധാനമൊക്കെ കിട്ടും. അതങ്ങനെ തന്നെ വിചാരിച്ച് എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതായാലും ആ അതവോടെയും ആദരവോടെയും ബഹുമാനത്തോടെ എഴുതി കഴിഞ്ഞാൽ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടാനും വേണ്ടി സാധിക്കും. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.